ionization enthalpy of sodium is lower than that of magnesium, but its second ionization enthalpy is higher than that of magnesium. Explain. 3 മാർക്കാണ്. Define electron gain enthalpy. ആ രണ്ട് ചോദ്യം കൂടി 4 മാർക്കായില്ലെന്ന് നോക്കി. ഇങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോ. അയണൈസേഷൻ enthalpy എന്താന്ന് പറയാം. ഇതൊരു ഐസൊലേറ്റഡ് ആയ ഒരു gaseous ആറ്റം. ഇത് ന്യൂക്ലിയസ്, ഇത് ഇലക്ട്രോൺ ഇരിക്കട്ടെ. ഇവിടെ ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എനർജി വേണം. ആ എനർജിയുടെ പേരാണ് അയണൈസേഷൻ എനർജി. The amount of energy required to remove an electron from an isolated gaseous atom means most loosely bound electron from an isolated gaseous atom. എന്താ ഈ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർ ഷെല്ലുള്ള, ഇതിന്റെ ഉള്ളില് ഷെല്ലുകളൊക്കെ ഉണ്ടാവും. ഏറ്റവും ഔട്ടർ ഷെല്ലുള്ള ഇലക്ട്രോണെയാണ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് എന്ന് പറയുന്നത്. മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയുടെ പേരാണ് അയണൈസേഷൻ എനർജി. വേറെ ഇനി സോഡിയവും മഗ്നീഷ്യവും നോക്കാം. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. 1s2, 2s2, 2p6, 3s1 ആണ് സോഡിയം. മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. 1s2, 2s2, 2p6, 3s2 ആണ്. ചിന്തിക്കുക, ഇവർ രണ്ടുപേരുടെയും ഔട്ടർ ഷെല്ലില് 3s ആണ്. 3s. ഈ സോഡിയത്തിലാണെങ്കിൽ 3sല് ആകെ ഒരു ഇലക്ട്രോൺ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വളരെ ചെറിയ എനർജി മതി. അപ്പോ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ലോ ആയിരിക്കും. കാരണം it contains only one electron in the outermost shell, so the removal of first electron is very easy in sodium and first ionization enthalpy is low. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് സോഡിയത്തിൽ ആകെ ഒരു ഇലക്ട്രോൺ ഔട്ടർ ഷെൽ ഉള്ളൂ. ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ചെറിയ എനർജി മതി. കാരണം അത് പോയി കഴിഞ്ഞാൽ ഇത് 6 ആയി ഉണ്ടാവും, സ്റ്റേബിൾ ആവും. അപ്പൊ അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ ചെറിയ എനർജി മതി. ഓക്കെ. 2 മഗ്നീഷ്യത്തിലേക്ക് കടക്കുമ്പോൾ ഇത് 3s2 കോൺഫിഗറേഷൻ ആണ്. ഒരു എസ്സിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. എന്ന് വെച്ചാൽ എസ് ഓർബിറ്റ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. എസ് ഓർബിറ്റ് എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോ ഇത് എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 1. രണ്ടാമത് മഗ്നീഷ്യം സോഡിയത്തെക്കാൾ ചെറുതുമാണ് കേട്ടാ. മഗ്നീഷ്യത്തിന്റെ സൈസ് സോഡിയത്തെക്കാൾ ചെറുതുമാണ്. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഈ ഇതിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ലാർജ് എമൗണ്ട് എനർജി വേണ്ടി വരും. ലാർജ് എമൗണ്ട് എനർജി ഉണ്ടെങ്കിൽ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. ഇതിൽ നിന്ന് ഈ 2 ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. അപ്പോ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഹൈ ആയിരിക്കും. ആർക്ക്? മഗ്നീഷ്യം. ക്ലിയർ? അപ്പോ ഇത് എന്താണ് ഫസ്റ്റിന്റെ കേസ്. അപ്പോ ഇൻ ദ കേസ് ഓഫ് സോഡിയം there is only one electron in the outermost shell, means 3s level. So the removal of this electron is very easy and first ionization enthalpy is low. In the case of magnesium, it contains 2 electrons in the outermost s subshell. It is completely filled state. Clear? So and magnesium is smaller than sodium. For these 2 reasons, clear? And due to these 2 reasons, the removal of electron from the S subshell is difficult and a large amount of energy is required. Therefore, first ionization enthalpy is high. Then, after removing an electron, sodium converted as Na plus and magnesium converted as Mg plus. ഇനി സോഡിയം പ്ലസിന്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 1s2, 2s2, 2p6. It has 8 electrons in the outermost shell. ഔട്ടർമോസ്റ്റ് ഷെല്ലിന് 8 ഇലക്ട്രോൺ ഉണ്ട്. മഗ്നീഷ്യത്തിന്റെ കേസിലാണെങ്കിലോ 1s2, 2s2, 2p6 and 3s1. ഒരു ഇലക്ട്രോൺ ഔട്ടർ ഷെല്ലിനുള്ളൂ. കണ്ടോ? ഈ 8 ഇലക്ട്രോണിൽ നിന്ന് ഇനി ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ലാർജ് എമൗണ്ട് എനർജി വേണ്ടി വരും. വെരി ലാർജ് എമൗണ്ട് എനർജി വേണ്ടി വരും. അതുകൊണ്ട് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വെരി ഹൈ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇറ്റ് കണ്ടെയ്ൻസ് Mg plus contains 1 electron in the outermost shell, so the removal of that electron is easy and second ionization enthalpy is low. Second ionization enthalpy ആയിരിക്കും low ആയിരിക്കും. മനസ്സിലായോ? കാര്യം ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? സോഡിയത്തിലെ 3s1, മഗ്നീഷ്യത്തിൽ 3s2. 3s1 എന്ന് പറഞ്ഞ അൺസ്റ്റേബിൾ കോൺഫിഗറേഷൻ, ഈസി റിമൂവൽ. ഐസിയം 3s2 സ്റ്റേബിൾ കോൺഫിഗറേഷൻ, it is not easy to remove electron. അടുത്തത്,
after losing a one electron, Na plus and Mg plus. Na plus has 8 electrons in the outermost shell, means stable. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ലാർജ് എമൗണ്ട് ഓഫ് എനർജി വേണം. അപ്പൊ സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ഹൈ ആണ്. Mg plus 3s1 configuration. It is unstable configuration and the removal of electron is easy. അപ്പൊ സെക്കൻഡ് ഈസ് ഇതാണ് ആ ചോദിച്ചിരിക്കുന്ന 3 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസർ. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഒരു ഗേഷ്യസ് ആറ്റം ഇതിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു, അന്നേരം അതെന്തായിട്ട് മാറുന്നു? ആ ഇലക്ട്രോൺ കൂടി ഇതിലേക്ക് വരുന്നു. കണ്ടോ? ആ സന്തോഷത്തിൽ ഇത് എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. ആ പുറത്തേക്ക് വിടുന്ന എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോ the amount of energy liberated when an electron is added to an isolated gaseous atom. ഐസൊലേറ്റഡ് ആയ ഒരു ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ അല്ലേ? ഇതാണ് ഡെഫിനിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. അക്കൗണ്ട് ഫോർ ദി ഫോളോവിംഗ്. അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. നൈട്രജന്റെ അയനൈസേഷൻ എൻതാൽപ്പി ഓക്സിജനേക്കാൾ കൂടുതലാണ്. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ? അയനൈസേഷൻ എൻതാൽപ്പി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ആണ് അയനൈസേഷൻ എൻതാൽപ്പി. രണ്ടുപേരുടെ കോൺഫിഗറേഷൻ നോക്കുക. നൈട്രജൻ ആറ്റോമിക് നമ്പർ 7 ആണ്. 1s2 2s2 2p3 എന്നാണ്. അതായത് ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ 2p ആണ്. ഈ 2p 1 2 3 എന്ന് വെച്ചാൽ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലാണ്. ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലാണ് നൈട്രജൻ ഇരിക്കുന്നത്. ഈ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആണ്. സോ വെരി സ്റ്റേബിൾ അല്ല, ഹൈലി സ്റ്റേബിൾ ആയ സ്റ്റേറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ലാർജ് എമൗണ്ട് ഓഫ് എനർജി വേണം ഇതിൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ. ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ. ക്ലിയർ ആയത്? റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ലാർജ് എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. അതുകൊണ്ട് നൈട്രജന്റെ അയനൈസേഷൻ എൻതാൽപ്പി ഹൈ ആണ്. ഓക്സിജന്റെ കേസ് നോക്കാം. ഓക്സിജൻ 8 ആണ് ആറ്റോമിക് നമ്പർ. 1s2 2s2 2p4 ആണ്. ഈ 2p4 എന്ന് പറയുമ്പോൾ എന്തായി? 1 2 3 2p1 2p2 2p3 2p4. കണ്ടോ? ഇതെന്താണ്? ഇത് പാർഷ്യലി ഫിൽഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. പാർഷ്യലി ഫിൽഡ് സ്റ്റേറ്റ് ആണ്. ഇത് അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ക്ലിയർ? ഈ അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ചെറിയ എമൗണ്ട് ഓഫ് എനർജി മതി. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് ഈ കാരണം, അതായത് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ കാരണം നൈട്രജന് ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണം ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ. അപ്പൊ അയനൈസേഷൻ എൻതാൽപ്പി ഹൈ ആയിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഓക്സിജൻ ഇറ്റ് ഈസ് പാർഷ്യലി ഫിൽഡ് സ്റ്റേറ്റ് ആൻഡ് അൺസ്റ്റേബിൾ കോൺഫിഗറേഷൻ. ക്ലിയർ? സോ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഈസ് വെരി ലോ. ക്ലിയർ? അപ്പൊ നൈട്രജൻ ആണ് ആരേക്കാൾ കൂടുതൽ? ഓക്സിജനേക്കാൾ ഇലക്ട്രോൺ അയനൈസേഷൻ എൻതാൽപ്പി കൂടുതൽ. ഓക്കെ. അടുത്തത് ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ്. ആദ്യത്തെ ഗ്രൂപ്പില് എന്താണ് റേഡിയസ് കൂടുതലും, പിന്നീട് മുമ്പോട്ട് പോകുന്നു റേഡിയസ് കുറഞ്ഞു വരുന്നു. എന്താണ് റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ആള് വലുതായിരിക്കും, സെക്കൻഡ് അവനേക്കാൾ ചെറുതായിരിക്കും, തേർഡ് അവനേക്കാൾ ചെറുതായിരിക്കും, അടുത്ത അവനേക്കാൾ ചെറുതായിരിക്കും, അങ്ങനെ മുമ്പോട്ട് പോകുന്നത് ചെറുതായി വരുന്നു. എന്താണ് റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. ഇവിടെ ഏതാണ്? എല്ലാവരിലും സെയിം ഷെല്ലാണ്. ക്ലിയർ? അപ്പൊ ഇന്ന പീരിയഡ്, ഒരു പീരിയഡില് സെയിം നമ്പർ ഓഫ് ഷെൽസ് ആണ്. സെയിം നമ്പർ ഓഫ് ഷെൽസ് ആണ്. ക്ലിയർ? ഒന്നാമത്തെ കാര്യം അത് ഓർത്തിരിക്കുന്നു. സെയിം നമ്പർ ഓഫ് ഷെൽസ് ആണ് കേട്ടാ. ഷെല്ലുകളുടെ എണ്ണം എന്താണ്? സെയിം ആണ്. ക്ലിയർ? സെയിം നമ്പർ ഓഫ് ഷെൽസ് ആണ് ഒരു പീരിയഡിലുള്ള എല്ലാവരും. ഓൺ മൂവിങ് അലോങ് എ പീരിയഡ് ആറ്റോമിക് നമ്പർ ഇൻക്രീസസ്. ആ പീരിയഡിൽ എന്ത് ചെയ്യുന്നു? ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ഇൻക്രീസ് ചെയ്യും, ഇലക്ട്രോണും ഇൻക്രീസ് ചെയ്യും. പ്രോട്ടോണിന്റെ എണ്ണം കൂടും, ഇലക്ട്രോണിന്റെ എണ്ണം കൂടും. പ്രോട്ടോൺ എവിടെ നിൽക്കും? ന്യൂക്ലിയസിൽ നിൽക്കും. പ്രോട്ടോൺ എവിടെ നിൽക്കും? ന്യൂക്ലിയസിൽ നിൽക്കും. പ്രോട്ടോൺ റിമെയിൻസ് ഇൻ ദ ന്യൂക്ലിയസ്. പ്രോട്ടോൺ എവിടെ നിൽക്കുന്നത്? ന്യൂക്ലിയസിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയസിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യും. എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത്
സെയിം ഷെല്ലിലാണ്. ഇലക്ട്രോൺ എങ്ങനെയാണ്? സെയിം ഷെല്ലിലാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത് സെയിം ഷെല്ലിലാണ്. സെയിം ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ വന്നു, ഇവിടെ 2 ഇലക്ട്രോൺ ആണ് വന്നതെങ്കിലും സെയിം ഷെല്ലിലാണ്. ക്ലിയർ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ ന്യൂക്ലിയസിനേക്കാൾ മോർ പോസിറ്റീവ് ആണിത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഔട്ടർ ഷെല്ലിനെ ഇവൻ കുറച്ചുകൂടി ശക്തിയിൽ അട്രാക്ട് ചെയ്യും. അപ്പൊ സൈസ് എന്ത് ചെയ്യുന്നു? ഷ്രിങ്ക് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇനിയോ അടുത്തേക്ക് കിടക്കുമ്പോ ഒരു ഇലക്ട്രോൺ കൂടി വന്നെങ്കിലും സെയിം ഷെല്ലിൽ തന്നെയാ ന്യൂക്ലിയസിന്റെ പവർ പിന്നെയും കൂടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അട്രാക്ഷൻ കുറച്ചുകൂടി എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. ആ സ്ട്രോങ് ആയി കഴിയുമ്പോൾ എന്ത് പറ്റും? വീണ്ടും ചെറുതാവും. അതുപോലെ എല്ലാവരുടെയും ഇങ്ങനെ സംഭവിക്കുന്നു. എന്ന് വെച്ചാൽ on moving along a period, atomic number increases. So protons increases, electrons increases. പ്രോട്ടോണും കൂടും, ഇലക്ട്രോണും കൂടും. സെയിം നമ്പർ പ്രോട്ടോൺ ഇലക്ട്രോണും കൂടും. പ്രോട്ടോൺ ന്യൂക്ലിയസിൽ നിൽക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ പവർ, അതായത് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ സെയിം ഷെല്ലിലാണ് വന്നത്. കാരണം ഒരു പീരീഡിൽ സെയിം നമ്പർ ഓഫ് ഷെൽസ് ആണ്. അപ്പൊ സെയിം ഷെല്ലിൽ തന്നെയാണ് ഇലക്ട്രോൺ കൂടുതൽ വരുന്നത്. വേറെ അപ്പൊ എന്ത് പറ്റും? ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് കൂടി, സെയിം ഷെല്ലിലേക്കുള്ള അട്രാക്ഷൻ കൂടി. അപ്പൊ അട്രാക്ഷൻ കൂടുതലനുസരിച്ച് ന്യൂക്ലിയസ് ഷെല്ലിനെ വലിച്ചടിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യും. ഇതാണ് റീസൺ. മനസ്സിലായത്? ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇലക്ട്രോൺ വന്നാലും ഷെല്ല് കൂടാത്തത് കൊണ്ട് ആ ഷെല്ലിലേക്കുള്ള ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെ മുമ്പോട്ട് പോകുന്നതോറും സൈസ് കുറഞ്ഞു വരും. മുമ്പോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും? സൈസ് ചെറുതായി വരും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. അപ്പൊ ഇത് മനസ്സിലായില്ല? മുമ്പോട്ട് പോകുന്നതോറും ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുന്നു ഔട്ടർ ഷെല്ലിലേക്ക്. അപ്പൊ ഔട്ടർ ഷെല്ലിനെ വലിച്ചെടുപ്പിക്കുമ്പോൾ സൈസ് കുറഞ്ഞു വരും. ഓക്കെ, അടുത്ത് ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയില് ഫ്ലൂറിനും ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫ്ലൂറിനാണ്. ക്ലോറിൻ എന്ന് പറയുന്നത് ഫ്ലൂറിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. രണ്ടുപേരുടെ ഔട്ടർ ഷെല്ലില് 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺ ഉണ്ട്. കണ്ടാ? രണ്ടിന്റെ ഔട്ടർ ഷെല്ലില് 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവിടെയുണ്ട് 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺ. ഫ്ലൂറിൻ ഒരു സ്മോൾ ആറ്റമാണ്. പക്ഷെ ക്ലോറിൻ ഒരു ലാർജ് ആറ്റമാണ്. ഇത് ഫ്ലൂറിൻ, ഇത് ക്ലോറിൻ. കണ്ടാ? ഫ്ലൂറിൻ സ്മോൾ ആറ്റവും ക്ലോറിൻ എന്താണ്? ലാർജ് ആറ്റവുമാണ്. ഇതിലേക്ക് ഒരു ഇലക്ട്രോൺ വന്നു കഴിയുമ്പോൾ ഈ ഫ്ലൂറിനില് റിപ്പൽഷൻ ഉണ്ടാവും. എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. ആരൊക്കെ തമ്മിൽ? ഈ ഇലക്ട്രോണും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. ഈ റിപ്പൽഷൻ ഓവർകം ചെയ്താലാണ് ഇലക്ട്രോൺ ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആ റിപ്പൽഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി അവൻ കുറച്ച് എനർജി എന്തെയും ഉപയോഗിക്കും. അപ്പോ പുറത്തേക്ക് വിടുന്ന എനർജി എന്തായിരിക്കും? ലോ എനർജി ആയിരിക്കും. എന്ത് ചെയ്യുന്നത്? ലിബറേറ്റഡ് എനർജി എന്തായിരിക്കും? ലോ ആയിരിക്കും. ക്ലോറിൻ ലാർജ് ആറ്റം ആയതുകൊണ്ട് ഈ വരുന്ന ഇലക്ട്രോണിന് ഇതിലേക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. നോ റിപ്പൽഷൻ. എന്തില്ല? ഇലക്ട്രോൺ റിപ്പൽഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ലാർജ് എമൗണ്ട് എനർജി എന്ത് ചെയ്യുന്നു? ലാർജ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ ലിബറേറ്റഡ് എനർജി എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അതുകൊണ്ടാണ് ഫ്ലൂറിനേക്കാൾ ക്ലോറിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടിയത്. ഈ ലിബറേറ്റഡ് എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോ ഓർത്തിരിക്കുക, ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ കണ്ടെയ്ൻസ് 7 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പൊ ബോത്ത് കണ്ടെയ്ൻ, ഞാൻ എങ്ങനെ എഴുതാണ്? ബോത്ത് കണ്ടെയ്ൻ 7 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലില് എത്രയാണ്? 7 ഇലക്ട്രോൺസ് ആണ് രണ്ടുപേരിലുള്ളത്. ബട്ട് ഫ്ലൂറിൻ ഈസ് എ സ്മോൾ ആറ്റം ആൻഡ് ക്ലോറിൻ ഈസ് എ ലാർജ് ആറ്റം. ഫ്ലൂറിൻ ഒരു സ്മോൾ ആറ്റവും ക്ലോറിൻ ഒരു ലാർജ് ആറ്റവുമാണ്. ക്ലിയർ? And there is a repulsion between incoming and existing electron happens in fluorine. ഫ്ലൂറിനില് വരുന്ന ഇലക്ട്രോണും ഇരിക്കുന്ന ഇലക്ട്രോണും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. Some of the energy is needed to overcome this repulsion. കുറച്ച് എനർജി എന്ത് വേണം? ഈ റിപ്പൽഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി വരും. So liberated energy will be low. അങ്ങനെ ലിബറേറ്റ് ചെയ്യുന്ന എനർജി എന്താവും? കുറവാകും. In the case of chlorine, there is no repulsion between incoming and existing electron. Existing electron incoming electron തമ്മിൽ യാതൊരു റിപ്പൽഷൻ ഉണ്ടാവില്ല. So liberated energy will be high. Okay, ഇതാണ് അതിന്റെ റീസൺ. 1.5 മാർക്ക് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചുകൊള്ളുക. Okay, next question.
A graph of atomic radius versus atomic number is given below. അതായത് ഇത് ആറ്റോമിക് റേഡിയസ് ആണ്, അത് ആറ്റോമിക് നമ്പർ ആണ്. ക്ലിയർ? ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇങ്ങനെ ആറ്റോമിക് നമ്പർ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആറ്റോമിക് റേഡിയസ് ഈ 160 താഴേക്ക് വരില്ലേ, നോക്കി 60 വരെ എത്തി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ? when atomic number increases, atomic radius decreases എന്നാണ് ഇവിടെ കാണുന്നത്. What do you understand from this graph? അതാണ് നമ്മൾ കണ്ടത്. ഏത്? when atomic number increases, atomic radius decreases. Clear? Atomic radius, atomic number കൂടുന്തോറും കുറയുന്നു. Clear? Account for the observation that cations are always smaller than parent atom, while anions are always larger than the parent atom. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു ക്ലോറിൻ ആണ്. ക്ലിയർ? ഇതൊരു ക്ലോറിൻ ആറ്റം ആണ് ഈ കാണുന്നത്. ഇതൊരു Cl ആറ്റം ആണ്. ഈ Cl മൈനസ് ആയി കഴിയുമ്പോൾ ഇതിന്റെ സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, ലാർജർ ആണ്. അതേസമയം Cl പ്ലസ് ആയി മാറുവാണെങ്കിലോ ഇതിന്റെ സൈസ് കുറയും, സ്മോളർ ആണ്. വരച്ചപ്പോ ഇത്തിരി വലുതായിരിക്കും ഇല്ലേ? ചെറുതാക്കാൻ നമുക്ക് കേട്ടാ. ഇത് സ്മോളർ ആണ്. അപ്പൊ Cl എന്ന് പറയുമ്പോൾ സ്മോളർ ആയി, Cl പ്ലസ് എന്ന് പറയുമ്പോൾ, Cl എന്ന് പറയുമ്പോൾ വലുതായി, Cl മൈനസ് അതിലും വലുതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ആറ്റത്തേക്കാൾ ചെറുതാണ് കാറ്റയോൺ, വലുതാണ് ആനയോൺ. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. സപ്പോസ് സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളൂ. ആറ്റത്തില് നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും എന്താണ്? ഈക്വൽ ആണ്. നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ന്യൂക്ലിയസ് ഔട്ടർ ഷെല്ലിനെ അട്രാക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, കൃത്യമായിട്ട് ഒരേ അളവിൽ നിൽക്കുകയാണ് എല്ലാവരും. അതേസമയം കാറ്റയോൺ ആയി കഴിയുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. പ്രോട്ടോണിനേക്കാൾ ഇലക്ട്രോണിനേക്കാൾ കൂടുതലാണ് പ്രോട്ടോൺസ്. എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ചാർജ് ഹൈ ആണ്. ക്ലിയർ? അപ്പോ പോസിറ്റീവ് ചാർജ് ഓഫ് ന്യൂക്ലിയസ്, പോസിറ്റീവ് ചാർജ് ഓഫ് ന്യൂക്ലിയസ് ഹൈ ആണ്. ക്ലിയർ? ന്യൂക്ലിയസ് എന്താണ്? ഹൈ ആണ്. ഏത്? പോസിറ്റീവ് ചാർജ്. അങ്ങനെ വരുമ്പോൾ അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ ഇൻക്രീസസ്. ഈ ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ ഈ കാറ്റയോണിൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ്? അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ. ക്ലിയർ? ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ? ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. മനസ്സിലായത്? അതായത് ഇവിടത്തെക്കാളും ഈ അട്രാക്ഷനേക്കാളും കൂടുതലായിരിക്കും ഈ അട്രാക്ഷൻ. അപ്പൊ എന്ത് ചെയ്യും? മൊത്തത്തിൽ സൈസ് ഡിക്രീസ് ചെയ്യും. അങ്ങനെ കാറ്റയോൺസ് ആർ സ്മോളർ ദാൻ ആറ്റം. മനസ്സിലായത്? അപ്പൊ ഇൻ കാറ്റയോൺ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ. സോ പോസിറ്റീവ് ചാർജ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് ഹൈ, അല്ലെങ്കിൽ ഹയർ ദാൻ ആറ്റം. ക്ലിയർ? ഹയർ ദാൻ ആറ്റം. ആറ്റത്തേക്കാൾ എന്താണ്? കൂടുതലായിരിക്കും ഏതാണ്? പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ നെഗറ്റീവിനേക്കാൾ കൂടുതലാണ് പോസിറ്റീവ് ചാർജ്. ക്ലിയർ? സോ അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ ഇൻക്രീസസ്. ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലും തമ്മിലുള്ള അകലെ എന്ത് ചെയ്യുക? അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ആറ്റം ഷ്രിങ്ക് ചെയ്യുന്നു. മീൻസ് കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ആറ്റം. ക്ലിയർ? ഇനി ആനയോൺസ്. ആനയോണിന്റെ കേസിലോ ആനയോൺ ആവണമെങ്കിൽ ഇലക്ട്രോൺ കൂടുതൽ വരണം. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ക്ലിയർ? നമ്പർ ഓഫ് ഇലക്ട്രോൺ നമ്പർ ഓഫ് പ്രോട്ടോണിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ? മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ്. ക്ലിയർ? മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ? സംഭവിക്കുന്നത് എന്താ? അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ ഡിക്രീസസ്. ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആയത്? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ. അപ്പൊ ആറ്റത്തിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ there is a particular attraction between nucleus and outer shell. ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലും തമ്മിലൊരു അട്രാക്ഷനിൽ നിൽക്കുകയാണ്. But in cation, number of proton is greater than number of electrons. So magnitude of positive charge increases as compared to negative charge. Clear? So nucleus attracts the outer shell more tightly than atom. ആറ്റത്തേക്കാൾ ശക്തിയിൽ അട്രാക്ട് ചെയ്യും ആരെ? ഔട്ടർ ഷെല്ലിന്റെ ന്യൂക്ലിയസ്. സോ സൈസ് ഡിക്രീസസ്. അങ്ങനെ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ബട്ട് ഇൻ ആനയോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പ്രോട്ടോൺ. നമ്പർ ഓഫ് പ്രോട്ടോണിനേക്കാൾ കൂടുതലാണ് ഇലക്ട്രോൺ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ഇൻക്രീസസ്. നെഗറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു.
the attraction between nucleus and outer shell decreases. Clear? Attraction between nucleus and outer shell. Clear? Outer shell and nucleus തമ്മിൽ attraction ചെയ്യുന്നു, decrease ചെയ്യുന്നു. Clear? Decreases. Clear? And hence size increases. അങ്ങനെ എന്ത് ചെയ്യുന്നു? Size increase ചെയ്യുന്നു. Clear ആയില്ലേ? ഈ attraction ഇതിനേക്കാൾ കുറവാണ് അവിടെ, ഇവിടെ കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ അട്രാക്ഷൻ ഇവിടെ കുറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്ത് സൈസ് ഇൻക്രീസ് ആയത്. ക്ലിയർ? അതാണ് ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലത്? ഞാൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ, ഓർത്തിരിക്കാൻ. യൂസിംഗ് ദി എബോവ് ഗ്രാഫ്, ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ദി വേരിയേഷൻ ഓഫ് അയണൈസേഷൻ താൽപ്പി ഇൻ എ പീരിയഡ്? അയണൈസേഷൻ താൽപ്പിയുമായിട്ട് ഇതിന് എന്താണ് ബന്ധം എന്നാണ് ചോദ്യം. ക്ലിയർ? അയണൈസേഷൻ താൽപ്പിയുമായിട്ട് ഇതിന് എന്താണ് ബന്ധം? ശ്രദ്ധിക്കുക. അയണൈസേഷൻ താൽപ്പി എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് ദി ആറ്റം ആണ്. എന്ന് വെച്ചാൽ സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്, സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്, ആറ്റത്തിന്റെ വലിപ്പം ഇൻക്രീസ് ചെയ്യുന്നതോറും അയോണൈസേഷൻ താൽപ്പി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അയോണൈസേഷൻ താൽപ്പി ഡിക്രീസ് ചെയ്യും. ക്ലിയർ? അയോണൈസേഷൻ താൽപ്പി ഡിക്രീസ് ചെയ്യും. ക്ലിയർ? when the size of the atom increases, ionization enthalpy decreases. So on moving along a period or when atomic number increases, clear? Atomic number increase ചെയ്യുന്നതോറും, atomic number increases, എന്ത് സംഭവിക്കും? Size of the atom increases, size of the atom decreases, size of the atom decrease ചെയ്യുന്നു, size of the atom decrease ചെയ്യാണ്. Clear? Size of the atom decrease ചെയ്യല്ലേ ഗ്രാഫിൽ കാണുന്നത്. Clear? And hence എന്താ സംഭവിക്കുന്നത്? And hence ionization enthalpy increases. Ionization enthalpy എന്ത് ചെയ്യുന്നു? Increase ചെയ്യുന്നു. Clear ആയത്? അതായത് സൈസ് കൂടുന്തോറും അയണൈസേഷൻ താൽപ്പി കുറയാണ്. ക്ലിയർ? അപ്പൊ ഇവിടെ സൈസ് കുറയാണ്, അപ്പൊ അയണൈസേഷൻ താൽപ്പി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഇവിടെ പറയാനുള്ളത്. ക്ലിയർ? അപ്പൊ when size of the atom increases, ionization താൽപ്പി decreases ആണ്. ഇപ്പൊ ഇവിടെ എങ്ങനെയാ? when atomic number increases, size of the atom decreases and hence ionization താൽപ്പി increases. ഓക്കെ? അപ്പോ ഏറ്റവും ഹൈയസ്റ്റ് അയണൈസേഷൻ താൽപ്പി ഇപ്പോൾ ഇവിടെ ഫ്ലൂറിനായിരിക്കും, ഏറ്റവും ലോവസ്റ്റ് ആർക്കായിരിക്കും? ലിഥിയത്തിനായിരിക്കും. ഓക്കെ? ഇതാണ് സംഭവം. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ആറ്റോമിക് റേഡിയസ് വിത്ത് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് റേഡിയസും ആറ്റോമിക് നമ്പറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് ഫോർ ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റലിന് മാത്രം. ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇതിലില്ല. ഇത് ഇതിനെയാണ് ഇതിന്റെ ഗ്രാഫ് കൊടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ? ലിഥിയത്തെക്കാൾ വലുതാണ് സോഡിയം, സോഡിയത്തെക്കാൾ വലുതാണ് പൊട്ടാസ്യം, അതിനേക്കാൾ വലുതാണ് റേഡിയസ് കൂടുതലാണ് റുബീഡിയം, അതിനേക്കാൾ റേഡിയസ് കൂടുതലാണ് സീഷ്യം. കണ്ടല്ലോ? ഇനി കമന്റ് ദ വേരിയേഷൻ ഓഫ് ആറ്റോമിക് റേഡിയസ് വിത്ത് ഇൻക്രീസ് ഇൻ ആറ്റോമിക് നമ്പർ ഇൻ എ ഗ്രൂപ്പ്. ക്ലിയർ? ഒരു ഗ്രൂപ്പിൽ, അതായത് ഇങ്ങനെയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഈ ഒരു ഗ്രൂപ്പില് താഴേക്ക് പോകുന്തോറും on moving down the group എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആറ്റോമിക് നമ്പർ, ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. ക്ലിയർ? ആറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ? ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതിന്റെ കാരണം എന്താണ്? സംഭവം വെരി സിമ്പിൾ. ഗ്രൂപ്പിൽ ഓരോരുത്തരും താഴേക്ക് വരുന്തോറും ഓരോ ഷെല്ലുകൾ അഡീഷൻ വരികയാണ്. ഇപ്പൊ ലിഥിയം ആണെങ്കിൽ ലിഥിയത്തിന്റെ ഏതാ? ന്യൂക്ലിയസ്. ഇതൊരു ഷെല്ല്, 2 ഷെല്ലാണ് ലിഥിയത്തിലുള്ളത്. അതേസമയം സോഡിയം ആയി കഴിയുമ്പോൾ ഇത് ന്യൂക്ലിയസ് 3 ഷെല്ല് ഉണ്ടാവും. 1, 2, 3 ഷെല്ല് വരും. കണ്ടോ? സൈസ് ഇൻക്രീസ് ചെയ്തില്ലേ? സോഡിയം. പൊട്ടാസ്യം വരുമ്പോഴോ 4 ഷെല്ല് വരും. 1, 2, 3, 4 ഷെല്ല് വന്നു. കണ്ടോ? സൈസ് വീണ്ടും എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ റീസൺ മനസ്സിലായില്ലേ? ഓൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു. when number of shells increases, size of the atom also increases. അതാണ് റീസൺ. ഓക്കെ? then അടുത്തത്, what is mean by isoelectronic species? എന്താണ് isoelectronic species എന്ന് പറഞ്ഞാൽ? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരുടെ പേരാണ് isoelectronic species. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ക്ലിയർ? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ വരുന്ന ആളുകളുടെ പേരാണ് isoelectronic species. ഇത് ക്ലിയർ ആയില്ലേ? ഇതിന്റെ റീസൺ മനസ്സിലായില്ലേ? on moving down the group, number of shells increases. Clear? when number of shells increases, size of the atom also increases and hence radius increases. അതാണ് ഇവിടുത്തെ റീസൺ. രണ്ടാമത്തെ ബി ഓപ്ഷൻ, what is meant by isoelectronic species? Species having same number of electrons are called isoelectronic species. ഇനി isoelectronic species എക്സാമ്പിൾ പറയണം.
ശ്രദ്ധിച്ചോ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എക്സാമ്പിൾ കണ്ടോളൂ. ഫ്ലൂറിൻ എഫ് മൈനസ്, കഴിഞ്ഞ നിയോൺ Ne, സോഡിയം Na+, അതുപോലെ Mg 2+, കണ്ടോ, ഇതൊക്കെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളവരാണ്. നിയോണിൽ 10 ഇലക്ട്രോൺ ആണ്, ഫ്ലൂറിൻ എഫ് മൈനസ് ആണ്, അപ്പൊ 9 ഉം 1 വരും 10. സോഡിയം പ്ലസ് ആണ്, ഒരു ഇലക്ട്രോൺ പോയി, അപ്പൊ എത്രയായി? 11 - 1 എന്ന് വരും കേട്ടോ, 11 - 1 ആവും. മഗ്നീഷ്യം 2+ ആണ്, അപ്പൊ എത്രയായി? 12 - 2 ആയി കേട്ടോ. എല്ലാം 10 ഇലക്ട്രോൺ ആണ്. ക്ലിയർ? എല്ലാം 10 ഇലക്ട്രോൺ ഉള്ളവരാണ്, ഇങ്ങനെയുള്ളവരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, ദെൻ അടുത്തത് സെലക്ട് ദി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഫ്രം ദി ഫോളോവിങ്. ഈ കൊടുത്തിരിക്കുന്ന ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആരൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് കണ്ടുപിടിക്കാം, സിമ്പിൾ അല്ലേ. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്, അപ്പോൾ 7 ഇലക്ട്രോൺ ആണുള്ളത്. അടുത്തത് O2- ആണ്, ഓക്സിജൻ 2- ആയിട്ട് നിൽക്കുന്നു. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണ്, 2 മൈനസ് വരും, 8 2 10 ഇലക്ട്രോൺ ആയി. 10 ഇലക്ട്രോൺസ് ആയി. ദെൻ എഫിന്റെ ആറ്റോമിക് നമ്പർ 9 ആണ്, ഒരു ഇലക്ട്രോൺ കൂടുതൽ വരുമ്പോൾ 10 ആയി, 10 ഇലക്ട്രോൺ അവിടെ കിട്ടി. Mg2+, മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12 ആണ്, 12 മൈനസ് ഈ 2 ഇലക്ട്രോൺ പോയതാണ് 2 ഈക്വൽ ടു 10 ഇലക്ട്രോൺ അവിടെ വന്നു. ദെൻ Al2+ ആണ്, അവിടെ Al2+ അല്ലേ നോക്കി, അതെ Al2+ ആണ്. Al2+ എന്ന് പറയുമ്പോൾ ശരിയായിട്ടില്ല കേട്ടോ. Al 13 ആണ്, അതിൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 11 ഇലക്ട്രോൺ ആണ് വരുന്നത്. എന്നാൽ Al3+ ആണ്, ഈ 10 ആയിരുന്നു കേട്ടോ. ഇനി Na+ എന്ന് പറയുമ്പോൾ എത്രയായി? 11 ആണ് സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ, ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോൾ എത്രയാ? 11 - 1 ആയി, എത്രയാ? അതും 10 കണ്ടോ. അപ്പൊ ഇവിടെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആരൊക്കെയാണ്? ഓക്സിജൻ, ഫ്ലൂറിൻ, O2-, F-, Mg2+ ആൻഡ് Na+. ഈ 4 പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പൊ ആൻസർ എഴുതുമ്പോൾ എന്ത് എഴുതാം? ആരൊക്കെയാ? O2-, then F-, then Mg2+, again ആരാ? Na+. കണ്ടോ, ഇത്രയും പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ക്ലിയർ? ഒരു മാർക്ക് കൂടെ കിട്ടി. ശരിക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്നതോറും അഡീഷണൽ ഷെല്ലുകൾ വരുന്നു, ഷെല്ലുകളുടെ എണ്ണം കൂടുന്തോറും റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു, സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് ആൻസർ. സെക്കൻഡ് ആൻസർ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളവർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അടുത്ത ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ 4 പേരാണ്. O2-, F-, Mg2+, Na+. ഇനി അടുത്തൊരു ചോദ്യം ഞാൻ കൂടി ചോദിക്കാം. ഈ 4 പേരും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇതിൽ ഏറ്റവും ചെറുതാരായിരിക്കും എന്ന് ചോദിച്ചാൽ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളവരാണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഏറ്റവും ചെറുത്, ഏറ്റവും പോസിറ്റീവ് ഉള്ളവനായിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് റേഡിയസ്. ദെൻ ഏറ്റവും വലുതാരാന്ന് ചോദിച്ചാലോ, അത് O2- ആയിരിക്കും ഏറ്റവും വലുത്. ക്ലിയർ? അപ്പൊ ലാർജസ്റ്റ് റേഡിയസ് O2- സ്മോളസ്റ്റ് റേഡിയസ് Mg2+ ആയിരിക്കും. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ.